ഗബ്രി പോകല്ലേ, ബാക്കി എല്ലാവരും പോട്ടെ, എല്ലാവരും പോയിട്ട് നീ അവസാനം പോയാൽ മതി എന്നാണ് ജാസ്മിൻ ഗബ്രിയോട് പറഞ്ഞത്. ബാക്കി ഫൈനൽ 5 5 പേരും ഹൗസിൽ നിന്നിട്ട് ബാക്കിയുള്ള എല്ലാവരും പുറത്തേക്ക് ഡോറ് വഴി വരിക എന്ന് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നു. അങ്ങനെ എല്ലാവരും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, ഓൾ ദ ബെസ്റ്റ് പറയുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എല്ലാവരും പയ്യെ ആ ഡോറിൻ്റെ അങ്ങോട്ട് പോവുകയാണ്, ഈ എക്സ് കണ്ടസ്റ്റൻസ്, അതായത് റീ എൻട്രി ചെയ്ത എല്ലാവരും. അപ്പോഴാണ് ജാസ്മിൻ ഗബ്രിയുടെ കൈ കയറി പിടിക്കുന്നത്. നീ പോകല്ലേ, അവിടെ നിൽക്ക്, അവരൊക്കെ പോട്ടെ, എല്ലാവരും പോട്ടെ, നീ ലാസ്റ്റ് പോയാൽ മതിയെന്ന്. അങ്ങനെ ഗബ്രിയുടെ കൈ പിടിച്ച് നിൽക്കുന്നു, രണ്ടുപേരും കൂടി കെട്ടിപ്പിടിക്കുന്നു പരസ്പരം. അത് കഴിഞ്ഞിട്ട് രശ്മിനെ കാണുന്നു. ജാസ്മിൻ ഉടനെ രശ്മിനെയും കൂടി കൂട്ടിച്ചേർത്ത് നിന്ന് കെട്ടിപ്പിടിക്കുന്നു. 3 പേരും കൂടി കെട്ടിപ്പിടിച്ച് നിന്നിട്ട് ജാസ്മിൻ ഗബ്രിയുടെ തോളിൽ ചാഞ്ഞു കിടക്കുന്നു. ഒരു കൈ കൊണ്ട് രശ്മിനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, എന്നിട്ട് ഗബ്രിയുടെ തോളിൽ ചാഞ്ഞു കിടന്ന് ഉമ്മ കൊടുക്കുകയാണ്. ഇത് ഒരു കുറ്റമായിട്ടോ എന്താ പറയാ, ഒരു സദാചാര കണ്ണോടുകൂടി ഒന്നും കാണുന്ന കാര്യമല്ല. അവർ തമ്മിൽ യഥാർത്ഥത്തിൽ നല്ല പ്രണയമുണ്ട്, എന്താ പറയാ, അസ്ഥിക്ക് പിടിച്ച പ്രണയമുണ്ട്. അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരെയും പോലെ ആഗ്രഹിക്കുന്നത്. സത്യസന്ധമായ പ്രണയമാണെങ്കിൽ ഇപ്പം ഈ 100 ദിവസം ഒരുമിച്ച് ഒരു ഹൗസിൽ ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും ജീവിച്ചവരാണ്. അവർക്ക് പുറത്ത് മറ്റാരേക്കാളും പരസ്പരം മനസ്സിലായി കാണും, അവർ കണക്റ്റ് ആയിട്ടുണ്ടാവും. അവർക്ക് ഒരുമിച്ച് കല്യാണം കഴിച്ച് ഒരു ജീവിതം തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം. പക്ഷെ പ്രണയമില്ല, പ്രണയം പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഈ നിമിഷം വരെ അത് ജാസ്മിനും ഗബ്രിയും സമ്മതിച്ചിട്ടില്ല. ഇനി പുറത്തിറങ്ങിയാൽ സമ്മതിക്കുമോ എന്നും അറിയില്ല, കണ്ടു തന്നെ അറിയാം.